ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവം, ജീവിതത്തിൽ വഴിത്തിരിവും അടിസ്ഥാനപരമായ മാറ്റവും ഉണ്ടാക്കിയ ഒരു സംഭവ വികാസം. ഈ സംഭവങ്ങൾക്കുള്ളിൽ തന്നെ വേറെയും ഘടകങ്ങളോ ഉപഘടകങ്ങളോ ഉണ്ടായെന്നും വരാം. അതിന് കാരണമായ പ്രകൃതി ശക്തികളോ സമൂഹമോ വ്യക്തിയോ എന്നിങ്ങനെ. വ്യക്തിയാണെങ്കിൽ ആണോ പെണ്ണോ. സാധാരണഗതിയിൽ ഒരാളുടെ സ്വഭാവഘടനയിലും വാസനയിലും സമ്പ്രദായങ്ങളിലും ജീവിത വീക്ഷണങ്ങളിലുമൊക്കെ സ്വാധീനം ചെലുത്തണമെങ്കിൽ ആ മാതിരി സംഭവം ഉണ്ടാകുന്നത് അഭിരുചികളും സ്വഭാവ പ്രത്യേകതകളും ഒക്കെ രൂപീകരിക്കപ്പെടുകയും വ്യക്തിത്വം ഉണ്ടാക്കുകയും ചെയ്യുന്ന യൗവനത്തിൻ്റെ പ്രഭാതങ്ങളിലെങ്ങോ ആയിരിക്കണം. ഞാൻ മനസ്സിൽ തിരയുകയാണ്, ഓർമ്മയിലൂടെ യൗവനത്തിൻ്റെ പ്രാചീന പ്രാന്തങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പഴയ തിരുവനന്തപുരം, കറുത്ത നാട പോലെയുള്ള മെയിൻ റോഡ്, തിരക്കൊട്ടുമില്ല. ഇടുങ്ങിയ ചുമന്ന പൂഴി നിറഞ്ഞ ഇടവഴികൾ, മാടൻ തറകളും അമ്മൻ കോവിലുകളും മുടുക്കുകളും നിറഞ്ഞ ചെറിയ പട്ടണം, മരങ്ങളും മാമലകളും കടലും കായലുകളും നിറഞ്ഞ ഒരു ചെറിയ സൗന്ദര്യ ഭൂമി. ഇവിടുത്തെ ആ പഴയ കൊച്ചു വഴികളൊക്കെ ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാനാകുന്നു എന്നതാണ് അത്ഭുതം. ഈ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടന്ന് ഞാൻ വെള്ളയമ്പലത്തിലെത്തുന്നു. വെളുത്തതോ അല്ലാത്തതോ ആയ ഒരമ്പലവും ഇല്ലാത്ത വെള്ളയമ്പലം. അവിടെ അന്നൊരാൽമര ചുവട്ടിൽ കുങ്കുമം പുരട്ടി ചുമപ്പിച്ച് ചെത്തിപ്പൂ മാലകളും ചാർത്തി വച്ചിരിക്കുന്ന യക്ഷിയമ്മൻ എന്നു വിളിക്കപ്പെടുന്ന അല്പം നീണ്ടുരുണ്ട ഒരു പാവം പാറക്കല്ല് മാത്രമേ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു പദാർത്ഥമായി ഉണ്ടായിരുന്നുള്ളൂ. വൃദ്ധയായ ഒരു സ്ത്രീ അതിനെ ശുശ്രൂഷിച്ചും പരിരക്ഷിച്ചും ചുറ്റി നടക്കുന്നു. ആരാധകർ വളരെ കുറച്ച് മാത്രം എന്നാണ് ഓർമ്മ. അതിനടുത്ത് തന്നെയായി ഇന്നത്തെ പോലെ തന്നെയുള്ള അന്നത്തെയും വാട്ടർ വർക്ക്സ്, അവിടുത്തെ മനോഹരവും ലളിതവുമായ പാർക്ക്, അരികുമരങ്ങളുടെ സമൃദ്ധി വിസ്തൃതമായ തണൽ ദ്വീപുകൾ, ആ നിഴൽ താവളങ്ങളിൽ കിടക്കുന്ന സിമെന്റിൽ വാർത്ത സെറ്റുകളും കസേരകളും. ആ കസേരയിൽ ഒന്നിൽ വിസ്മയവും ആകാംക്ഷയും ആഹ്ലാദവും നിറഞ്ഞ മുഖത്തോടെ മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന ആ മെലിഞ്ഞ 21-കാരൻ യുവാവിനെ ഞാൻ തിരിച്ചറിയുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം MA വിദ്യാർത്ഥി N. മോഹനൻ.